പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ ചിന്തിക്കാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം വായിക്കാം. ജോൺ chapter 1 verse 12. ജോൺ chapter 1 verse 12. യോഹന്നാൻ 1:12. அவருடைய நாமத்தின்மேல் விசுவாசமுள்ளவர்களாய் அவரை ஏற்றுக்கொண்டவர்கள் எத்தனை பேர்களோ அத்தனை பேர்களும் தேவனுடைய பிள்ளைகள் ஆகும்படி அவர்களுக்கு அதிகாரம் கொடுத்தார். അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവ മക്കളാകാൻ അധികാരം. അവനെ കൈക്കൊണ്ട്, കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവ മക്കളാകാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുക. അപ്പൊ അവിടെ നമുക്ക് രണ്ട് വസ്തുതയാണ് പറയുന്നത്. ഒന്ന്, അവനെ കൈക്കൊള്ളണം. ഒന്ന്, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. അവനെ കൈക്കൊള്ളുക. എന്താണ് അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ? നമ്മൾക്ക് ഈ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. നമുക്കറിയാം, നമുക്കൊരു കൊറിയർ നമുക്കൊരു പാർസലോ കൊറിയറോ വന്നാൽ നമ്മൾ റിസീവ് ചെയ്യും, കൈക്കൊള്ളും. അപ്പം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ മേടിച്ചെടുക്കുക എന്നല്ലേ, നമ്മളെ റിസീവ് ചെയ്യുക എന്നുള്ള അർത്ഥം. പക്ഷെ ഇവിടെ പറയുന്ന അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. എന്താണ് അവന്റെ നാമം? അവന്റെ നാമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തു. അപ്പൊ അവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ മനസ്സിലാക്കിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൽ വസിക്കുന്ന ക്രിസ്തു, മനുഷ്യപുത്രനിൽ വസിക്കുന്ന ദൈവപുത്രൻ മനുഷ്യപുത്രന്റെ അകത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവപുത്രനായിട്ട് ഒന്നാ. അപ്പൊ യേശു എല്ലായിടത്തും പറയാൻ ശ്രമിച്ചത് ഞാൻ മനുഷ്യപുത്രനാണ്. യേശു ക്രിസ്തു പറഞ്ഞത് മനുഷ്യപുത്രൻ പാപികളുടെ ഏൽപ്പിക്കപ്പെടും. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ ഹിതം, പിതാവിന്റെ ഹിതം നിവർത്തിക്കാനായിട്ട് മനുഷ്യപുത്രൻ. എല്ലായിടത്തും യേശു തന്നെ പരിചയപ്പെടുത്തത് മനുഷ്യപുത്രൻ എന്നാണ്. പക്ഷെ മനുഷ്യപുത്രൻ യേശു തന്നെ പരിചയപ്പെടുത്തിയപ്പോ യേശുവിന്റെ ജീവിതകാലങ്ങളിൽ ശുശ്രൂഷയിൽ കണ്ടത് ദൈവപുത്രൻ എന്ന് പറയുന്ന അധികാരത്തെയാണ് കർത്താവിന്റെ ശുശ്രൂഷയെ കാണുന്നത്. പുറമേ കാണുന്നത് മനുഷ്യപുത്രൻ, അകമേ വസിക്കുന്ന ദൈവപുത്രന്റെ അധികാരം. അപ്പൊ അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ അകത്ത് ദൈവത്തിന്റെ അംശം, ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആമേൻ. ദൈവം വസിക്കുന്നത് ഏതോ ഒരു കെട്ടിടത്തിലല്ല, ഏതോ ഒരു വസ്തുവിലല്ല, ഏതോ ഒരു ചില പ്രത്യേക വ്യക്തികളിലല്ല. ദൈവം എന്നിൽ വസിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നാം ദൈവത്തിന്റെ മന്ദിരം. അവനെ കൈക്കൊണ്ടാൻ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തിരിച്ചറിയാന്നുള്ളതാണ്. യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവ മക്കളാകാൻ അധികാരം നൽകപ്പെട്ടു. എന്താ നൽകപ്പെട്ടത്? അധികാരം. എന്താണ് അധികാരം? ഒന്ന് പറഞ്ഞേ, അധികാരം. ഈ അധികാരം എന്ന് പറയുന്നത് രണ്ട് തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഇംഗ്ലീഷിൽ 2 പദം ഉപയോഗിക്കാറുണ്ട്, പവർ ആൻഡ് അതോറിറ്റി. ഈ പവർ എന്ന് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നതിന്, ഈ പവർ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റഡ് അതോറിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് പവർ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ പവർ. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അതോറിറ്റി, അധികാരം എന്ന് പറഞ്ഞാൽ വെളിപ്പെടുന്ന ശക്തി. ശക്തി എന്ന് പറഞ്ഞാൽ വെളിപ്പെടുന്ന അധികാരം. അധികാരം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ശക്തി. അതായത് എന്റെ അകത്തൊരു ശക്തി മറഞ്ഞിരിപ്പുണ്ട്, അതാണ് അതോറിറ്റി. എന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതാണ് എന്ത്? അതോറിറ്റി. എന്റെ the power which is invisible, which is in you, that is authority. But the power means, hallelujah, the visible form of authority. അപ്പൊ ഇത് എന്റെ അകത്തുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്നതാണ് ശക്തി. അത് നമുക്ക് ലൂക്കോസ് 4:14 കാണാൻ കഴിയും. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു.
അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുകയാണ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. അപ്പോഴ് അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുക, ദൈവം പിതാവായ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം ചെയ്തു. വാക്യങ്ങൾ വായിച്ചു പോകാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. വായിച്ചു പോകാം. Luke chapter 4 verse 14. Luke chapter 4 verse 14. பின்பு இயேசு ஆவியானவருடைய பலத்தினாலே கலிலேயாவுக்கு திரும்பி போனார். ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെടുപോയി. വായിക്കാം 24:49 വാക്യം. 24:49. என் பிதா வாக்குத்தத்தம் பண்ணினதை இதோ நான் உங்களுக்கு அனுப்புகிறேன். நீங்களோ ഉന്നതത്തിലിருந்து വരും ബലനാൽ തരിപ്പിക്കപ്പെടും വരയ്ക്കും യെരൂശലേം നഗരത്തിൽ ഇരുങ്ങൾ என்றார். ശക്തി ധരിക്കോളം നഗരത്തിൽ പാർപ്പിൻ. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8. അപ്പോസ്തല പ്രവൃത്തി 1-8 വാക്യം ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8. பரிசுத்தாவி உங்களிடத்தில் வரும்போது நீங்கள் பலனடைந்து യെരൂശലേമിലും യൂദയ മുഴുവനും സമാരിയാവിലും ഭൂമിയിൽ കടസി പര്യന്തം എനിക്ക് സാക്ഷികളായി ഇരുപ്പീர்கள் என்றார். ശക്തി, അവിടെ ശക്തിയെ കുറിച്ചാണ് കാണുന്നത്. വായിക്കാം 10:38. ചാപ്റ്റർ 10 വേഴ്സ് 38. പിതാവായ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും നസറനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ അഭിഷേകം ചെയ്തതും പിതാവ് ദൈവം അവനോട് കൂടെ ഇരുന്നു. വായിക്കാം അതിന്റെ ഫസ്റ്റ് പാർട്ട് എ മാത്രം. നസറനാകിയ യേശുവെ ദേവൻ പരിശുദ്ധ ആവിനാലും വല്ലമേനാലും അഭിഷേകം പണിനാർ. അപ്പൊ ഇവിടെ എല്ലാം കാണുന്നത് എന്താ? ശക്തി, ദ പവർ ആൻഡ് അതോറിറ്റി. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അതോറിറ്റി. ഇവിടെ എല്ലാം കാണുന്നത് പവർ. അപ്പൊ ഈ പവർ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ശക്തി, ദ പവർ, അതോറിറ്റി, ശക്തി. ഉയരത്തിലെ ശക്തി ധരിക്കുവോളം. എന്നാല് ലൂക്കോസ് 10:19 വായിക്കാം. ലൂക്കോസ് 10:19. ലൂക്ക് ചാപ്റ്റർ 10 verse 19. இதோ சர்ப்பங்களையும் தேள்களையும் மிதிக்கும் சத்துருடைய சகல வல்லம் மேற்கொள்ளும் உங்களுக்கு அதிகாரம் கொடுக்கிறேன், ஒன்றும் உங்களை சேதப்படுத்த മാട്ടാது. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് ശക്തി തരുന്നല്ല, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പൊ നമുക്ക് ഒന്ന് തിരിച്ചു വീണ്ടും ഒന്നുകൂടെ പോകാം. ലൂക്ക് ചാപ്റ്റർ 4 verse 14 നമ്മൾ വായിച്ചു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നവനായ യേശുവിന്റെ പിന്നത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു അറിയാമോ? ലൂക്ക് ചാപ്റ്റർ 4 verse 36. അപ്പൊ ഈ വാക്യം നിങ്ങൾ മറക്കരുത്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു പോയി എന്ന് ലൂക്ക് ചാപ്റ്റർ 4 verse 14 പറയുമ്പോ verse 36 chapter 4 Luke chapter 4 verse 36. எல்லாரும் ஆச்சரியப்பட்டு இது என்ன வார்த்தையோ, அதிகாரத்தோடும் வல்லமையோடும் அசுத்த ஆவிகளும் கட்டளையிடுகிறார், அவைகள் புறப்பட்டு போகிறதே என்று ஒருவர் பேசிக் கொண்டார்கள். അവരുടെ ഇടയിൽ ഒരു സംവാദം ഉണ്ടാകുക. എടാ, ഇത് ആരാ? ഇത് എവിടുന്ന? ഇവൻ അധികാരത്തോടെയാണല്ലോ പറയുന്നത്. അപ്പോ യേശുക്രിസ്തുവിന്റെ അകത്ത് ആത്മാവ് വന്നപ്പോ ലഭിച്ചത് ശക്തി, പക്ഷെ പറഞ്ഞപ്പോ വെളിപ്പെട്ടത് അധികാരം. ആമേൻ. ഇത് ഓരോ ദൈവ പൈതലിനെയും കുറിച്ചുള്ള കാര്യമാണ്. ബിലീവേഴ്സ് അതോറിറ്റി, ഒരു വിശ്വാസിയുടെ അതോറിറ്റി, ഒരു മകന്റെ അതോറിറ്റി, ഒരു ദൈവ പൈതലിന്റെ അതോറിറ്റി. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും, നമ്മൾ നിരാശപ്പെട്ടുകൊണ്ടിരിക്കും, നിലവിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അതോറിറ്റിയെ നമ്മൾ സെൻസ് ചെയ്യുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്, അവിടെ മുതൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറും. ഞാൻ വീണ്ടും പറയാം, അതോറിറ്റി മീൻസ് ദ ഇൻവിസിബിൾ പവർ. അകത്തു മറഞ്ഞിരിക്കുന്ന ശക്തിയുടെ വെളിപ്പെടുത്തലാണ് അതോറിറ്റി. സോ പവർ എന്ന് പറഞ്ഞാലോ വിസിബിൾ അതോറിറ്റി, അകത്തു മറഞ്ഞിരിക്കുന്ന അതോറിറ്റിയുടെ പ്രകടനമാണ് ശക്തി. അപ്പോ
ഇവിടെ കർത്താവ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ എടുത്തു പറയാം. യേശു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോയി കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. എപ്പോഴാണ്? വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് പറഞ്ഞാൽ അത് സംഭവിക്കും. ആമേൻ. വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിച്ചുകൊണ്ട് പറയണം. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. അപ്പൊ അവിടെ അത്ഭുതം നടക്കാനായിട്ട് എന്താ സംഭവിക്കേണ്ടത്? വിശ്വസിച്ചുകൊണ്ട് പറയണം. അപ്പോൾ അത്ഭുതം എന്ന് പറയുന്നത്, ആമേൻ, നിങ്ങൾ വിചാരിച്ചേക്കരുത് ആരുടെയും കുത്തകയാണ്. അച്ഛന്മാരുടെ, പാസ്റ്റർമാരുടെ, തിരുമേനിമാരുടെ, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചവരുടെ, പ്രത്യേക കൃപയുള്ളവരുടെ, പ്രത്യേകിച്ച് അന്യഭാഷ പറയുന്നവരുടെ, അവരുടെ മാത്രമല്ല, വിശ്വസിക്കുന്ന സകലരുടെയും അവകാശമാണ് അതോറിറ്റി. ആമേൻ. അതോറിറ്റി എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന സകലരുടെയും റൈറ്റ് ആണ്. ആമേൻ. ഹല്ലേലൂയ. അതോറിറ്റി, സൺസ് അതോറിറ്റി, മകന്റെ അതോറിറ്റി. അപ്പോ നമ്മുടെ ജീവിതത്തിനകത്ത് ഇൻവിസിബിൾ അതോറിറ്റി, മറഞ്ഞിരിക്കുന്ന അതോറിറ്റി ഈസ് പവർ. വിസിബിൾ അതോറിറ്റി ഈസ് എന്താണ്? പവർ. വിസിബിൾ അതോറിറ്റി ആണ് പവർ. പുറത്ത് വെളിപ്പെടുന്നതാണ് ശക്തി. അപ്പോഴ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ചിന്തിച്ചു നോക്കിക്കേ. നമുക്കറിയാം, ഇന്ന് ഈ ട്രാഫിക് സിഗ്നലൊക്കെ വന്നപ്പോഴത്തേനും കാര്യങ്ങൾ മാറി. പണ്ട് നമുക്കറിയാം, റോട്ടിൽ ഒരു ചെറിയ മനുഷ്യൻ നിന്നുകൊണ്ട്, ഒരു ട്രാഫിക് പോലീസ് നിന്നുകൊണ്ട് ഒരു ചെറിയ സ്റ്റോപ്പ് ബോർഡ് കാണിച്ചു കഴിയുമ്പോൾ ആ വരുന്ന ബസിന്റെ ടയറിന്റെ അത്രയും പോലും ഹൈറ്റ് ഇല്ലാത്തൊരു വ്യക്തി അവിടെ ഒന്നുകൊണ്ട് പറയാ, വണ്ടി നിൽക്കാൻ പറഞ്ഞ അവിടെ നിൽക്കും. എന്താണെന്നറിയാമോ? നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് പവർ ബട്ട് ദ അതോറിറ്റി വിച്ച് ഈസ് ബാക്ക് അപ്പ് ഹിം. അവന് പിൻബലം കൊടുക്കുന്ന ഒരു ശക്തിയുണ്ട്, അധികാരമുണ്ട്. അധികാരമുള്ളിടത്തോളം നിങ്ങൾ മറക്കരുത്, പവർ നോ നീഡ് വോയിസ്, പവർ നീഡ് അതോറിറ്റി. ശക്തിക്ക് വേണ്ടത് ശബ്ദമല്ല, ശക്തിക്ക് വേണ്ടത് പുറമേ നിന്ന് സഹായിക്കുന്ന അധികാരമാണ്. എന്റെ പുറമെ ഒരു അധികാരം, എനിക്ക് ബാക്കപ്പ് ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഒച്ചത്തിൽ ശബ്ദമെടുത്ത് സ്ക്രീം ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അധികാരത്തിന്റെ കണ്ടീഷനിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഒരു ചെറിയ വിരലിന്റെ അനക്കം മതി കാര്യങ്ങളെ പിടിച്ചു നിർത്താൻ. എന്റെ കണ്ണുകൊണ്ടൊരു നോട്ടം മതി കാര്യങ്ങൾ നിർത്താൻ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ പത്രോസ്, ഹല്ലേലൂയ, അവന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. അവന്റെ ഉത്തിരി റൂമാലും കൊണ്ടിട്ട് അത്ഭുതം നടക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ. ഹി ഐഡന്റിഫൈ ഹിംസെൽഫ്, ആമേൻ, ഹു ഈസ് ദ കാരിയർ ഓഫ് ഇൻവിസിബിൾ അതോറിറ്റി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് പലരും, ആമേൻ, വളരെ ജെന്റിൽ ആളുകളാണ്. വിശ്വാസികളെല്ലാം വളരെ ജെന്റിൽ ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, ജെന്റിലായിരിക്കും നല്ലതാണ്. പക്ഷെ ജെന്റിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശക്തരായിരിക്കണം. ജെന്റിൽമാൻമാരായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശക്തന്മാരായിരിക്കണം. എപ്പോഴാണോ നിങ്ങൾ മാന്യന്മാരായി മാത്രം ഒതുങ്ങിത്തീരുന്നത്, അവിടെ നിങ്ങൾ പരാജയത്തിലേക്ക് പോകും. എന്നാൽ എവിടെയാണോ മാന്യനാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പിശാചിനുമേലുള്ള അധികാരത്തെ എക്സസൈസ് ചെയ്യുന്നത്, അവിടെ നിങ്ങളുടെ പട്ടണത്തിൽ പിശാച് കാലുകുത്തത്തില്ല, നിങ്ങളുടെ ദേശത്തിൽ പിശാച് കാലുകുത്തത്തില്ല, നിങ്ങളുടെ വീട്ടിൽ പിശാച് കാലുകുത്തത്തില്ല. നിങ്ങളുടെ പേര് പറഞ്ഞാൽ അവൻ ഓടും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ നിൽക്കുന്നത് ഇൻവിസിബിൾ അതോറിറ്റി. നിങ്ങളെ ബാക്കപ്പ് ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട്. നിങ്ങളെ ബാക്കപ്പ് ചെയ്യുന്ന നിങ്ങൾ, ആമേൻ, രോഗത്തോട് കൽപ്പിക്കുമോ, ശാപത്തോട് കൽപ്പിക്കുമോ, പണത്തോട് കൽപ്പിക്കുമോ, വസ്തുവകകളോട് കൽപ്പിക്കുമോ, അധികാരത്തോട് കൽപ്പിക്കുമോ, സാഹചര്യങ്ങളോട് കൽപ്പിക്കുമോ, നിങ്ങൾക്ക് ബാക്കപ്പ് തരുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി തിരിച്ചറിയുമ്പോ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നീ പറയുന്നിടത്ത് കാര്യങ്ങൾ വരും. നീ പറയുന്നിടത്ത് കാര്യങ്ങൾ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ഈ വെപ്രാളം വരുമ്പോ നമ്മളൊരു കാര്യം ചെയ്യാറില്ലേ? വെപ്രാളവും കോൺഫിഡൻസ് ഇല്ലായ്മയുടെ അടയാളമാണ്. പോകരുതെന്നുള്ളതിന് 10 പ്രാവശ്യം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോ നോ എന്നുള്ളത് 15 പ്രാവശ്യം പറയും. എന്താണെന്നറിയോ? നമുക്ക് കോൺഫിഡൻസ് ഇല്ലേ നോ ഏക്കുമെന്ന്. അതുകൊണ്ടാണ് 15 പ്രാവശ്യം പറഞ്ഞത്. ഏതെങ്കിലും ഒരെണ്ണം ഏക്കട്ടെന്ന് ഓർത്ത്. പക്ഷേ അധികാരമുള്ളതുണ്ടോ?
വിരൽ കാണിട്ട് നോ. ഒറ്റ വാക്കുള്ളൂ, നോ. ആ ഒരൊറ്റ നോ മതി 10,000 നോയെ നോയാക്കാൻ. എന്താണെന്നറിയോ? ഹി നോ ദാറ്റ് ഈസ് ദ പവർ വിച്ച് ഈസ് ബാക്കപ്പ് ഹിം. നിങ്ങളുടെ അകത്തൊരു അതോറിറ്റി ഉണ്ടോ? സ്വർഗം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുക. നിങ്ങൾ നോ പറഞ്ഞ നോയ. 1000 നോ പറയണ്ട, ഒരൊറ്റ നോ പറഞ്ഞാ മതി. നിങ്ങളൊന്ന് നോക്കിയാ മതി. ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലപോലെ അപ്പന്റെ കൂടെ അവൻ സന്തോഷിക്കുക. ആമേൻ, ഹല്ലേലൂയ. കീപ് ദാറ്റ് റിലേഷൻഷിപ്പ് ഓൾവേസ് ഫ്രഷ്. ഹല്ലേലൂയ. ആ ദൈവത്തോടുള്ള ബന്ധം എപ്പോഴും ഫ്രഷ് ആയിട്ട് നിലനിർത്തുക. എന്നിട്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ആത്മീയത ആചാരത്തിൽ നിൽക്കുന്നതല്ല, ആത്മീയത ബന്ധത്തിൽ നിൽക്കുന്നതാണ്. Spirituality is not connected with rituals. Spirituality is connected with relationship. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് തരം വലിയ പ്രതികൂലങ്ങളായിക്കോട്ടെ, ആമേൻ, നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം, നിന്റെ നാവിന്റെ അധികാരത്തിനകത്താണ് നിൽക്കുന്നത്. നമ്മൾ ഈ ആഴ്ച മുഴുവൻ ഈ അതോറിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 19. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 19 ഒരിക്കൽ കൂടെ വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 19. இதோ சர்ப்பங்களையும் தேள்களையும் மிதிக்கும் சத்துருடைய சகல வல்லமை மேற்கொள்ளும் உங்களுக்கு அதிகாரம் கொடுக்கிறேன், ஒன்றும் உங்களை சேதப்படுத்த மாட்டாது. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തത്തില്ല. പാമ്പുകൾ, തേളുകൾ. അപ്പൊ എങ്ങനെ പാമ്പ് തേളിനെ കുറിച്ച് അതിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് തരാനൊന്നും ഉള്ള വിവരമൊന്നും എനിക്കില്ല. അത്രയുള്ള അത് വല്ലതും ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അതിന്റെ ബയോളജിക്കൽ സ്റ്റഡീസ് ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. ചിലർ പറയും പുറകിൽ നിന്ന് കൊത്തും, മുമ്പിൽ നിന്ന് കൊത്തും, ആടിക്കൊത്തും, ചാടിക്കൊത്തും, പാടിക്കൊത്തും, അതൊക്കെയാണ് പാമ്പ്, ഇതൊക്കെയാണ് തേള്. എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും പറയാം. പക്ഷെ എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, ഈ പാമ്പിനും തേളിനും മനസാക്ഷിയില്ല. പാമ്പിനും തേളിൽ ഇമോഷൻ ഇല്ല. പാമ്പിനും തേളിന് തിരിച്ചറിവില്ല. കൊത്തുന്ന ആളുടെ കൾച്ചറോ സംസ്കാരമോ വിദ്യാഭ്യാസമോ പ്രാർത്ഥനയോ ഒന്നും പുള്ളിക്ക് വിഷയമല്ല. കിട്ടിയാ കൊത്തും. ഏത് നാഷണാലിറ്റിയാ നോക്കിയിട്ടല്ല കൊത്തുന്നത്. ആരെ കിട്ടിയാലും ഒരു തട്ട് കിട്ടും. പുള്ളി കൊത്തിയിട്ട് പുള്ളിയുടെ വഴിക്കുവോ? അവര് ഏതവസ്ഥയില്ല. ഒരു മനസാക്ഷിയില്ല. ഈ പാമ്പിനും തേളിനും ഇമോഷൻസ് ഇല്ല, തിരിച്ചറിവില്ല. ചിലരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പാമ്പിനെയൊക്കെ തല്ലിയിട്ട് വിട്ടു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും, എന്നിട്ട് എവിടെയെങ്കിലും കിട്ടുമ്പോൾ തട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. പാമ്പിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാവുന്ന നമ്മുടെ നാട്ടിലുള്ളവർക്ക്. കാരണം അവിടെ 2 തരം പാമ്പാണ്. അപ്പോ ഈ പാമ്പിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ 2 കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. മനസാക്ഷിയില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും നോക്കാതെ ചിലപ്പോ പറയാറില്ലേ, പ്രശ്നം വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചിങ് വരും. പാമ്പുകളുടെയും തേളുകളുടെയൊക്കെ പ്രത്യേകത, ഒരു ഇമോഷനും ഇല്ല. നീ ആരാന്നോ എന്താന്നോ നിന്റെ മാനസികാവസ്ഥയോ സാഹചര്യങ്ങളോ ഒന്നും അതിന് വിഷയമില്ല. അത് വന്ന് അതിന്റെ ജോലി ചെയ്തിട്ട് പോകും. പക്ഷേ ഇന്ന് രാത്രി കർത്താവ് പറയുക, നീ പ്രതീക്ഷിച്ച് നിനക്ക് പ്രശ്നം വന്നാലും ശരി, പ്രതീക്ഷിക്കാത്ത പ്രശ്നം വന്നാലും ശരി, മനസാക്ഷിയോടെ പ്രശ്നം വന്നാലും ശരി, മനസാക്ഷി ഇല്ലാതെ പ്രശ്നം വന്നാലും ശരി, നിനക്കതിന് മേൽ അധികാരം കർത്താവ് തന്നിരിക്കുക. നിനക്കതിന് മേൽ അധികാരം കർത്താവ് തന്നിരിക്കുക. നീ ആയിരിക്കുന്ന പട്ടണത്തിന് മേൽ കർത്താവ് നിനക്ക് അധികാരം തന്നിരിക്കുക. ആമേൻ. അതിനെ സംസാരിച്ച് തിരിച്ചറിയത്തില്ല, പക്ഷെ നിന്റെ അധികാരം തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി പാമ്പുകൾക്കും തേളുകൾക്കും ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാം, ദൈവജനത്തിന്റെ അധികാരം
പട്ടണങ്ങൾ തിരിച്ചറിയുന്ന കാലമായിട്ട് ഈ നാളുകൾ മാറാൻ പോവുക. ദൈവമക്കളുടെ അധികാരം, നിങ്ങളുടെ സഭ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഇടപാടുകൾ, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ, നിങ്ങളുടെ നിയമപരമായ ഇടപാടുകൾ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ആരോഗ്യത്തിനകത്ത്, നിങ്ങളുടെ ഇമോഷനകത്ത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുന്നു. ദൈവജനത്തിന്റെ അധികാരം വെളിപ്പെടുന്ന, ദൈവജനത്തിന്റെ അധികാരം, ഹല്ലേലൂയ, പട്ടണങ്ങൾ, ദേശങ്ങൾ, ആത്മീക മേഖലകൾ തിരിച്ചറിയുന്ന ഒരു കാലമായിട്ട് ഇത് മാറട്ടെ. നീ എത്ര മണിക്കൂർ മുട്ടുകുത്തി നിന്നാലും പിശാച് പറയും കുറച്ചു നേരം കൂടെ നിന്നോ, നല്ല കാര്യമാണ്, മുട്ടുകുത്തിക്കോ. കരഞ്ഞാ പറയും കുറച്ചുകൂടെ കരഞ്ഞോ. പക്ഷേ ക്രിസ്തുവിൽ നീ ആരാന്ന് തിരിച്ചറിഞ്ഞ ഒരൊറ്റ നോട്ടം നോക്കിയ അവൻ പറയും, എന്നെ അങ്ങനെ നോക്കരുത്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, പോവാന്ന് പറയും, സ്ഥലം വിടുവാൻ. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുള്ളൂ, ഇൻവിസിബിൾ അതോറിറ്റി. ആമേൻ. നിങ്ങളുടെ അകത്തൊരു അസാധാരണമായ ശക്തി ഇരിപ്പുണ്ട്. നിങ്ങളുടെ അകത്തൊരു അസാധാരണമായ ബലമിരിപ്പുണ്ട്. അത് നിങ്ങളുടെ തലമുറകളെ സൂക്ഷിക്കുന്നതാ, നിന്റെ കുടുംബത്തെ സൂക്ഷിക്കുന്നതാ, നിന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നതാ, നിന്റെ ജോലിയെ സൂക്ഷിക്കുന്നതാ, നിന്റെ സമ്പത്തിനെ സൂക്ഷിക്കുന്നതാ, നിന്റെ ദർശനത്തെ സൂക്ഷിക്കുന്നതാ. നിനക്ക് വിരളമായ പട്ടണങ്ങളിലും ദേശങ്ങളിലും ആമേൻ നിനക്കുറുന്ന സാഹചര്യങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ഒരു അഭിഷിക്തൻ അവിടെ നിൽക്കുമ്പോ ആ അധികാരത്തെ വീറ്റോ ചെയ്യാൻ ഒന്നിനും പവറില്ല. കാരണം നീ നിൽക്കുന്നത് ഉന്നതമായ ഒരു അധികാരത്തിലാണ്. വചനത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ആമേൻ, ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പൻ. ആമേൻ. ഉയരം എന്ന് പറയുന്നത് ഇരിക്കുന്ന പൊസിഷൻ കൊണ്ടല്ല, ഹല്ലേലൂയ, നോട്ട് അബൌട്ട് ദ പൊസിഷൻ, ഹല്ലേലൂയ, ബട്ട് അബൌട്ട് യുവർ അണ്ടർസ്റ്റാൻഡിങ്. അതൊരു സ്ഥലമായതുകൊണ്ടാ, ഉയർന്ന സ്ഥലമായതുകൊണ്ടല്ല അത് പറയുന്നത്, ഹല്ലേലൂയ, ഉന്നത നിലവാരമുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയാൻ സാധിക്കും, ആമേൻ, എന്റെ അകത്തൊരു അതോറിറ്റി ഇരിപ്പുണ്ട്, എന്റെ അകത്തൊരു പവർ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒന്നിനും വീറ്റോ ചെയ്യാൻ കഴിയാത്ത, ഒന്നിനും, ഹല്ലേലൂയ, ഒരു കാര്യത്തിനും അതിനെ തടയാൻ കഴിയാത്ത ഒരു അതോറിറ്റി എന്റെ അകത്തിരിപ്പുണ്ട്. Amen. Hallelujah. Praise God. John chapter 4 verse 4. 1 John chapter 4 verse 4. 1 John chapter 4 verse 4. 1 John chapter 4 verse 4. பிள்ளைகளே, நீங்கள் தேவனால் உண்டாயிருந்து அவர்களே ஜெயித்தீர்கள். ஏனெனில் உலகத்தில் இருக்கிறவனிலும் உங்களில் இருக்கிறவர் பெரியவர். ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവൻ. ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവൻ. ആമേൻ. നിങ്ങളിലുള്ള കർത്താവ് ആരാണ്? ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഒരു വാക്യം കൂടെ വായിക്കാം. സെയിം ബുക്ക്, 1 John chapter, ആമേൻ, 2 verse 14. பிதாக்களே, ஆதி முதலாய் இருக்கிறவர் நீங்கள் அறிந்திருக்கிறதுனால் உங்களுக்கு எழுதியிருக்கிறேன். வாலிபரே, நீங்கள் பலவான்களாய் இருந்தாலும் தேவவசனம் உங்களின் நிலைத்திருக்கிறதுனாலும் நீங்கள் பொல்லாங்கனை ஜெயித்ததினாலும் உங்களுக்கு எழுதியிருக்கிறேன். ബാല്യക്കാരെ, നിങ്ങൾ ശക്തന്മാരാകിയാലും, ബാല്യക്കാരെ നിങ്ങൾ ശക്തന്മാരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കയാലും. ബാല്യക്കാരെ നിങ്ങൾ ശക്തന്മാരാ. എന്താ കാര്യം? വചനാതിരിക്കുക. ആമേൻ. ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളകത്തുള്ളവൻ വലിയവൻ. Who he is in you, he is greater than who he is in the world. ആമേൻ. നാളെ ഈ ആഴ്ച മുഴുവൻ ഇത് തന്നെയായിരിക്കും ഈ ആഴ്ച ചിന്തിക്കുന്നത്. അതോറിറ്റി, ദൈവമക്കളുടെ അതോറിറ്റി, ദൈവമക്കളുടെ അതോറിറ്റി നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. നിങ്ങളുടെ അതോറിറ്റി നിങ്ങൾ തിരിച്ചറിഞ്ഞ ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങൾ ഇതുവരെയും, അത് ഇന്നത്തെ വേൾഡ് ഇതാണ്, ഹല്ലേലൂയ, ഞാൻ ജീവിക്കാനല്ല ഭൂമിയിലായിരിക്കുന്നത്, ഞാൻ വാഴാനായിട്ടാണ് ഭൂമിയിലായിരിക്കുന്നത്. ഐ ആം ഹിയർ നോട്ട് ടു ലീവ് ബട്ട് ടു റെയിൻ ഓവർ. അതാണ് ഈ ആഴ്ചത്തെ തീം. ഹല്ലേലൂയ. ഐ ആം ഹിയർ നോട്ട് ടു ലീവ്. നിങ്ങൾ സാധാരണ മനുഷ്യനായി ജീവിക്കുന്നവരെങ്കിൽ നിങ്ങളെ സാഹചര്യങ്ങളെല്ലാം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നിങ്ങൾ വാഴുന്നവരെങ്കിൽ നിങ്ങൾ സാഹചര്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. If you are here to just live, then your situations control you, manipulate you. But you are here not to live but to reign over. Then what will happen? You will manipulate all the situations. രാത്രി യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അകത്തെ തിരിച്ചറിവോടുകൂടെ, നിങ്ങളുടെ അകത്ത് കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കള്. അവന്റെ നാമം, യെസ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ,
അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ചെന്ന് രാത്രിയിലെ ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവ് വചനത്തില് ആഴമേറിയ ബോധ്യത്തോടുകൂടെ ഉറപ്പോടുകൂടെ സാഹചര്യങ്ങളോട് കൽപ്പിച്ച് ഒന്നിനു മുമ്പിലും പതറാതെ മുന്നോട്ട് പോകാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. അതിനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ ഏൽപ്പിക്കുന്ന എല്ലാ മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.